പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും നമ്മുടെ കർത്താവ് ഈശോ മിശിഹ സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ അളവ് തൂക്കങ്ങളിൽ കൃത്രിമം കാണിക്കുന്നതും മായം ചേർക്കുന്നതുമായ മേഖലകളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയായിരുന്നല്ലോ. അതുപോലെ തന്നെ വിശുദ്ധ ഗ്രന്ഥം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. സുഭാഷിതം 11:1 കള്ളത്രാസ് കർത്താവ് വെറുക്കുന്നു, ന്യായമായ തൂക്കം അവിടുത്തെ സന്തോഷിപ്പിക്കുന്നുവെന്ന്. അതുപോലെ തന്നെ മറ്റൊന്നാണ്, നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു അനീതിയാണ് നികുതി വെട്ടിപ്പ്. കള്ളക്കണക്കെഴുതുക, നികുതി വെട്ടിപ്പ് നടത്തുക. നികുതി വെട്ടിപ്പ് നടത്തുമ്പോഴും കള്ളക്കണക്കെഴുതുന്ന വ്യക്തി കള്ളക്കണക്കെഴുതി ധനം സമ്പാദിക്കുമ്പോഴും ആ വ്യക്തി ചെയ്യുന്നത് മോഷണമാണ്. ആരുമായിക്കോട്ടെ, എത്ര ഉന്നതനായ വ്യക്തിയായിക്കോട്ടെ, ഏത് ആത്മീയ ഗുരുവുമായിക്കോട്ടെ. അതായത് നികുതി വെട്ടിപ്പ് നടത്തുക, സർക്കാരിലേക്ക് കൊടുക്കേണ്ട നികുതി, അത് ബിസിനസ് നടത്തുന്നവനാണ് ആ ബിസിനസ് നടത്തുന്നതിൻ്റെ നികുതി. അതുപോലെ തന്നെ കാർഷിക മേഖലയിലുള്ള വ്യക്തികളാണെങ്കിൽ ആ മേഖലയിലുള്ള നികുതി, കെട്ടിട നികുതി എന്ന് വേണ്ട സർക്കാരിലേക്ക് കൊടുക്കേണ്ട നികുതികൾ നമ്മൾ കൊടുക്കുന്നില്ല എങ്കിൽ അത് ദൈവത്തിനു മുമ്പിൽ വലിയൊരു തിന്മയാണെന്ന് ഈശോ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈശോ ഇപ്രകാരം പറഞ്ഞത്, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കണം. സമൂഹത്തിൽ ഇങ്ങനെയൊരു സർക്കാരും സംവിധാനങ്ങളും ഗവൺമെൻറ്റും സംവിധാനങ്ങളും ഉള്ളപ്പോൾ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കേണ്ട തുക, നികുതി നാം ഓരോരുത്തരും കൊടുത്തേ പറ്റൂ. അതുപോലെ തന്നെ കള്ളക്കണക്കെഴുതുക. കള്ളക്കണക്കെഴുതുന്ന പരിപാടി നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ധാരാളമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലകളിലുണ്ട്. ആത്മീയമായ മേഖലകളിൽ പോലും കള്ളക്കണക്കെഴുതുന്ന പരിപാടി ഉണ്ട് എന്നാണ് എൻ്റെ അറിവ്. ശുശ്രൂഷ മേഖലകളിലാണെങ്കിൽ പോലും സംഭാവനയായിട്ട് കൊടുത്തത് കൂട്ടത്തിലുള്ളവരോട് മൊത്തം പറയത്തില്ല. നേതൃത്വം കൊടുക്കുന്ന വ്യക്തി അത് പകുതി മാറ്റിവെക്കും, പകുതിയെ കൂട്ടത്തിലുള്ളവരോട് പറയുള്ളൂ. അപ്പോൾ രഹസ്യമായിട്ടുള്ള പരിപാടികളുണ്ട്. പ്രാർത്ഥനാ കൂട്ടായ്മയായിട്ട് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സംഘങ്ങളോ കൂട്ടായ്മകളോ ആയിക്കോട്ടെ, ഏത് മേഖലയിലായാലും ശരി, ഇടവക ദേവാലയമാകാം, കള്ളക്കണക്കെഴുതുന്നത് ദൈവത്തിനു മുമ്പിൽ വലിയൊരു തിന്മയാണ്. ഇത് പഠിപ്പിക്കുന്ന വ്യക്തികൾ ഒരു കാരണവശാലും ഈ പണിക്ക് പോകാൻ പാടില്ല. കാരണം ഇതൊരു വലിയ തിന്മയാണെന്ന് സഭയും നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കള്ളക്കണക്കുണ്ടാക്കിയും, അതുപോലെ തന്നെ ബില്ല് നൽകാതെ, അതുപോലെ ബില്ല് സ്വീകരിക്കാതെ കൊടുക്കൽ വാങ്ങൽ നടത്തി സർക്കാരിന് നൽകേണ്ട നികുതി വെട്ടിക്കുക. പല മേഖലകളിലുമുണ്ട്. അത് ഞാൻ പരസ്യമായിട്ട് പറയുന്നില്ല. അത് പരസ്യമായിട്ട് പറയുമ്പോൾ അത് അനേകം വ്യക്തികൾക്ക് അത് മാനസികമായ ബുദ്ധിമുട്ടിനും കാരണമാകും. അത് മാത്രമല്ല താനും അവർക്ക് പിന്നെ ഈ പറയുന്ന എന്നോട് പോലും അതിഭയങ്കരമായ വൈരാഗ്യത്തിൻ്റെ ഒരു മേഖലയിലേക്ക് കടന്നു വരും. ഇപ്പം ഞാൻ മുഖാന്തരം ഞാൻ ഈ സത്യം പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് മറ്റുള്ളവർ വൈരാഗ്യം സ്വീകരിക്കുന്നതിനേക്കാളും ഭേദം അത് പറയാതിരിക്കുന്നതാണല്ലോ ഒരു പരിധി വരെ നല്ലത്. അതുപോലെ തന്നെ നികുതി ഇനത്തിൽ ജനങ്ങളിൽ നിന്നും കൈപ്പറ്റുന്ന തുക മുഴുവനായും കൊടുക്കാതെ സർക്കാരിനെ വഞ്ചിക്കുക. ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ച് നികുതി മേടിക്കും, പക്ഷേ സർക്കാരിലേക്ക് ആ പണം പൂർണ്ണമായും അടയ്ക്കില്ല. അത് ഒരു പക്ഷേ ഇന്നിപ്പം കമ്പ്യൂട്ടറാണെങ്കിലും അതിനകത്തും വെട്ടിപ്പ് നടത്തിയ അനേകം ചരിത്രങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. 3 കോടി 4 കോടി രൂപ 3 കോടി രൂപ വരെ കള്ളക്കണക്ക് വെട്ടിച്ചു എന്ന് പറഞ്ഞ് ഈ അടുത്ത കാലഘട്ടത്തിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തു വിട്ടു. അത് ഒരു ജില്ലയിൽ നടന്നതാണ് 3 കോടി.
സർക്കാരിന് കൊടുക്കേണ്ട നികുതി 3 കോടിയോളം വെട്ടിച്ചു എന്ന് വാർത്തയിൽ വന്നതാണ് കേട്ടോ. വാർത്തയിൽ വന്നതാണ്. എൻ്റെ അടുത്തേക്ക് അന്വേഷിച്ച് വന്നിട്ട് കാര്യമില്ല. ഇത് ഏത് ജില്ലയിലാണ് ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് കാര്യമില്ല. ഇത് ഏഷ്യാനെറ്റ് പോലെയുള്ള ചാനലിലൂടെ കടന്നു വന്ന വാർത്തയാണ്. അതുപോലെ തന്നെ മോട്ടോർ വാഹന മേഖലകളിലെല്ലാം അതിഭയങ്കരമായ വെട്ടിപ്പുകളും തട്ടിപ്പുകളും നടത്തുന്ന സംവിധാനങ്ങൾ സർക്കാർ മേഖലകളിൽ അനേകം മേഖലകളിൽ വെട്ടിപ്പ് നടത്തുന്നു. ഇതെല്ലാം പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇങ്ങനെ വെട്ടിച്ച് കള്ളക്കണക്കെഴുതി നികുതി കൊടുക്കാതെ സമ്പാദിച്ചു വെച്ച പണം ഒരുപക്ഷെ അത് ആസ്പത്രിയിൽ കൊടുക്കേണ്ടതായിട്ട് വരും. അത് ഉപകരിക്കപ്പെടണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമുക്ക് ദൈവത്തിന് മുമ്പിൽ ആത്മപരിശോധന ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ സമൂഹത്തിലും ഓരോ മേഖലകളിലും നികുതി വെട്ടിപ്പും കള്ളക്കണക്കുമൊക്കെ എഴുതി സർക്കാരിനെ വഞ്ചിച്ച് ധനം സമ്പാദിക്കുന്ന വ്യക്തികളുണ്ട്. അവരെ ഓരോരുത്തരെയും ഓർത്ത് കർത്താവെ അങ്ങോട്ട് മാപ്പ് ചോദിക്കുന്നു. പരിപൂർണമായ മാനസാന്തരത്തിൻ്റെ അനുഭവം അവർക്ക് ഓരോരുത്തർക്കും നൽകി അവിടുന്ന് അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.